ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഒരു കപ്പ് ഗോതമ്പ് പൊടിയും 2 ചെറുപഴം ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം. ഈ ഒരു പലഹാരം നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ സ്കൂളിലോട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയൊരു പലഹാരം കൂടിയാണ്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് 1/2 കപ്പ് ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഫ്ലേവറിനായിട്ട് ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ചെറുപഴം എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്കിത് ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ പഴം നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. ഞാനിപ്പോൾ അതിവിടെ നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ചെറുപഴത്തിന് പകരമായിട്ട് നിങ്ങൾക്കിതിലേക്ക് നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാൻ പറ്റും. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ഗോതമ്പ് പൊടിയിലേക്ക് മധുരം ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 3 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാരയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ശർക്കര പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കൈ വെച്ചിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. തേങ്ങയും പഞ്ചസാരയും പൊടിയും നന്നായിട്ടൊന്ന് മിക്സായി കിട്ടുന്നവരെ നമുക്കിതുപോലെ കുഴച്ചിട്ടെടുക്കാം. ഇനി നമുക്ക് ഈ പൊടിയിലേക്ക് നേരത്തെ അടിച്ച് വെച്ച പഴം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കാണ്ട് വേണം നമുക്കിനിത് മിക്സ് ചെയ്തിട്ടെടുക്കാൻ. ഇപ്പോൾ ഇതാ ഞാനിതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു കട്ടിയിൽ വേണം നമുക്കിത് കുഴച്ചെടുക്കാൻ. നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന അതേ രീതിയിൽ തന്നെ വേണം മാവ് തയ്യാറാക്കിയെടുക്കാൻ. ഇനി നമുക്ക് 2 കൈയിലും കുറച്ച് എണ്ണ തടവിയതിൻ്റെ ശേഷം നമുക്ക് ഈ മാവിന് ചെറിയ ചെറിയ ഉണ്ടകൾ തയ്യാറാക്കിയെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ചെറിയ ബോൾസ് ആയിട്ടാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഞാനിതിവിടെ എല്ലാ ഉണ്ടകളും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തിട്ടെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാനിൽ കുറച്ച് ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ഉണ്ടകളൊക്കെ ഇട്ട് കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ. ഓയിൽ അധികം ചൂടാവാണ്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ പലഹാരത്തിൻ്റെ ഉള്ളൊന്നും വെന്ത് കിട്ടൂല. ഒരു സൈഡ് ചെറുങ്ങനെ കളർ ചേഞ്ചായി വരുമ്പോൾ നമുക്കിത് തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ ക്രാക്സ് വരാത്തൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ അതാ നമ്മുടെ പലഹാരമൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ ഒരു കളർ ആവുന്നവരെ നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. വളരെ കുറച്ച് സാധനങ്ങൾ മതി ഇത് തയ്യാറാക്കിയെടുക്കാൻ. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇത് ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പം നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതിൻ്റെ പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നത്. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുമാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.